നമസ്കാരം. 126 വർഷങ്ങൾക്ക് ശേഷം അത്ഭുതകരമായ ഒരു സൂര്യഗ്രഹണം, സമ്പൂർണമായ സൂര്യഗ്രഹണം വന്ന് ഭവിക്കാൻ പോവുകയാണ്. ഏപ്രിൽ 8-നാണ് സൂര്യഗ്രഹണം വരുന്നത്. ഈ സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ചില നക്ഷത്രക്കാർക്ക് അത്ഭുതകരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം നിസ്സംശയം പറയാം. അത്തരത്തിൽ ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് സൂര്യഗ്രഹണത്താൽ രാജയോഗതുല്യമായ ഫലങ്ങൾ വന്നു ചേരുന്നത്, നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. വിശേഷാൽ ഗ്രഹണ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായും അശ്വതി നക്ഷത്രക്കാർക്ക് ഈ സമയം ജീവിതത്തിലേക്ക് ഉയർച്ച തുടങ്ങുന്നതായ സമയമാകുന്നു. കുടുംബസൗഖ്യം ജീവിതത്തിൽ പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. കൂടാതെ സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കുന്നതായ സമയം, സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രേയസ് വർദ്ധിക്കുന്നതായ സമയം, സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയങ്ങൾ, കൂടാതെ സൽഫലങ്ങൾ, ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കും. ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് എങ്കിൽ പോലും അതിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം സാമ്പത്തികപരമായി നിങ്ങൾ ഉയർച്ച നേടുന്നതാണ്. എന്നാൽ ചെലവുമായി ബന്ധപ്പെട്ട് അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക എന്ന കാര്യവും നിങ്ങൾ ചെയ്യുക. ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. തീർച്ചയായും പരമശിവനെ ആരാധിച്ച് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ചില തീരുമാനങ്ങൾ ഇവർക്ക് കൈക്കൊള്ളുവാൻ സാധിക്കും. ആ തീരുമാനങ്ങൾ ഇവർക്ക് അനുകൂലമായി ഭവിക്കുന്നു എന്ന പ്രത്യേകതയാണ് ഉള്ളത്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധാപൂർവം ഏതൊരു കാര്യം ചെയ്യുകയാണ് എങ്കിലും അതിൽ വിജയസാധ്യത വളരെയധികം വർദ്ധിക്കുന്നു, നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നു എന്ന് തന്നെ നിസ്സംശയം പറയാം. ഈ സമയം ഗുണകരമായ സമയമാണ് എന്ന് തന്നെ പറയാം. കൂടാതെ ഈ സമയം അധികാരമുള്ള പദവികൾ തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. പ്രതീക്ഷിച്ച വേഗത്തിൽ തന്നെ ഉയർച്ച കൈവരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങളും കടന്നു വരും എന്ന് തന്നെ പറയാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ ചില കാര്യങ്ങൾ, ചില യാത്രകൾ, അത്തരത്തിൽ ചില കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ധനപരമായി നിങ്ങൾക്ക് അല്പം വിഷമങ്ങളുള്ള സമയമാണ് എന്ന് തന്നെ പറയുവാൻ സാധിക്കും. അത്തരത്തിലുള്ള വിഷമങ്ങൾ അകലുവാൻ സഹായകരമായ അവസരങ്ങളാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പഠനത്തിൽ പലപ്പോഴും നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. എന്നാൽ ദുർബോധനങ്ങൾക്ക് വശംവദരാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. മക്കളുമായി ബന്ധപ്പെട്ട് ശ്രേയസ്കരമായ കാര്യങ്ങൾ സംഭവിക്കാം. ശുഭകരമായ വാർത്തകൾ തേടിയെത്താം. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും വളരെ ആഗ്രഹിക്കുന്നതായ സുഹൃത്തുക്കളെ കാണുവാൻ ആഗ്രഹിച്ചതായ വ്യക്തികളെ പോലും കാണുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ധനപരമായ നേട്ടങ്ങൾ പോലും കടന്ന് വരുന്നതായ സമയം. പരമശിവനെ ആരാധിച്ച് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക. സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം പല രീതിയിലുള്ള ആലസ്യങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു. പല കാര്യങ്ങളും പിന്നീട് ചെയ്യാം, അത്തരത്തിലുള്ള ചിന്താഗതി നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള പല രീതിയിലുള്ള ആലസ്യങ്ങളും അകന്ന് മനസ്സ് പ്രവർത്തന സജ്ജമാകുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. കുടുംബത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്.
അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും. വ്യാപാരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ തന്നെയാണ് അത്. പ്രതീക്ഷിച്ച രീതിയിലുള്ള സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നതായ അവസരമാണ് ഇത്. ധനം വളരെയധികം ലഭിക്കുന്നതായ അവസരം, ധനം സിദ്ധിക്കുന്നതായ അവസരം എന്ന് തന്നെ പറയാം. മക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. മക്കളുടെ ഉപരിപഠനങ്ങൾ നടത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല അസുഖങ്ങളും വഴിമാറി പോകുന്നതായ അവസരങ്ങൾ പോലും വന്നു ചേരും. നിങ്ങൾ നിർബന്ധ ബുദ്ധി ഉപേക്ഷിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരും. ശത്രുക്കളിൽ നിന്ന് പോലും വന്നു ചേരുന്ന ദോഷഫലങ്ങൾ ഫലപ്രദമായി പ്രതിരോധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരം എന്ന് തന്നെ ഈ സമയത്തെക്കുറിച്ച് പരാമർശിക്കാം. ഏറ്റവും ശുഭകരമായ സമയമാണ്. ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വളരെ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. ഈ സമയം നിങ്ങൾക്ക് പല രീതിയിലുള്ള സഹായങ്ങൾ പലരിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതായ സമയമാണ്. ധനപരമായും അല്ലാതെയുമുള്ള സഹായങ്ങൾ പ്രതീക്ഷിക്കാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട ചില അനുമതികൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മാനസികമായി കരുത്ത് നേടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സഹോദരന്മാരുമായുള്ള പ്രശ്നങ്ങൾ പോലും അനുരഞ്ജനത്തിൽ എത്തിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ. ഈ സമയം ധനപരമായ നേട്ടങ്ങൾ പല വഴികളിലൂടെയാണ് നിങ്ങൾക്ക് കടന്നു വരിക. അല്പം ശ്രദ്ധയോടെ നിങ്ങൾ പ്രവർത്തിച്ചാൽ, നിർബന്ധ ബുദ്ധി ഉപേക്ഷിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ, ശ്രദ്ധയോടെ ഒരു കാര്യം വീക്ഷിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ ധനപരമായി വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സമയം. ഈ സമയം വാഹനവുമായി ബന്ധപ്പെട്ട് അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തണം. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സ്വാധീന ശക്തി വളരെയധികം വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വീകാര്യത വളരെയധികം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. പലരുടെയും പിന്തുണ നിങ്ങൾക്ക് ആർജിക്കുവാൻ, നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം. ദൗത്യങ്ങളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. വ്യാപാരത്തിലുള്ള പല രീതിയിലുള്ള തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അകമഴിഞ്ഞ പിന്തുണ ലഭിക്കുന്നതായ സമയമാണ് എന്ന കാര്യവും ഓർക്കുക. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും അനുകൂലമായി ഭവിക്കാം. ഈ സമയം സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് മോശമാകില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അനുകൂലമാണ് സമയം. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. പരമശിവനെ പ്രാർത്ഥിച്ച് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർ വളരെ അനുകൂലമായി കരുതുന്ന, അല്ലെങ്കിൽ മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വളരെ അനുകൂലമാണ് എന്ന് തന്നെ പറയാം. പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് അനുകൂലമായ പല കാര്യങ്ങളും സംഭവിക്കും. ജീവിതത്തിൽ ഒരു വഴിത്തിരിവിനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. വ്യവസായവുമായി ബന്ധപ്പെട്ട് അനുകൂലമാണ് സമയം. കച്ചവടവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. എന്നാൽ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ ഫലങ്ങൾ നേരെ മറിച്ചായിരിക്കും വന്നു ചേരുക. വിവാഹങ്ങൾക്ക് അനുകൂലമാണ് സമയം. അതായത് വിവാഹം നോക്കുന്ന വ്യക്തികളാണ് എങ്കിൽ ഈ സമയം വിവാഹം നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. അതായത് അനുയോജ്യമായ ബന്ധം കടന്നു വരാം എന്ന് തന്നെ പറയാം. സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഈ സമയം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. പാരിതോഷികങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. പാചകവുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കും. ദാമ്പത്യ കലഹങ്ങൾ വഴിമാറിപ്പോകുന്നതായ അവസരങ്ങൾ തന്നെയാണ് ഇത്.
വരുമാനത്തിലുണ്ടായിരുന്ന പല രീതിയിലുള്ള തടസ്സങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകും എന്ന കാര്യം ഓർക്കുക. നിക്ഷേപങ്ങളിൽ നിന്നും വളരെയധികം നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയം എന്ന് തന്നെ പറയാം. രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഈ സമയം വളരെയധികം സൗഹൃദങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പുരോഗതി ദൃശ്യമാകുന്ന കാര്യങ്ങൾ വന്നു ചേരാം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് സമയം. ഈ സമയം പല അസുഖങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. രോഗമുക്തിക്ക് പോലും സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. പരമശിവനെ ആരാധിച്ച് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാന് ധാരയും പിൻവിളക്കും നടത്തി മുന്നോട്ട് പോവുക. കൂവളമാല കൂടി ഭഗവാന് സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്കും അനുകൂലമാണ് സമയം. ഔദ്യോഗികമായി പല രീതിയിലുള്ള നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാണ് ഇത്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായ പല കാര്യങ്ങളും അനുകൂലമായി തന്നെ വന്ന് ഭവിക്കും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയം. ചെറിയ ചില കടങ്ങൾ വീട്ടുവാൻ സാധിക്കുന്നതായ അവസരം എന്ന് തന്നെ പറയാം. വ്യാപാരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലാഭം ലഭിക്കുന്നതാകുന്നു. വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് സമയം. വാഹനങ്ങൾ വാങ്ങുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും. ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ദിശാബോധത്തോടെ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അധ്വാനം അത് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കും. ലാഭം പ്രതീക്ഷിക്കാം. അതായത് ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ അധ്വാനങ്ങളിൽ ശരിയായ രീതിയിൽ തന്നെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. അത്തരത്തിൽ അനുകൂലം കൂടിയാണ് ഈ സമയം. കുടുംബജീവിതത്തിലുള്ള പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങളുടെ മികവ് തെളിയിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും. മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്നതായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് വളരെയധികം മുന്നേറുവാൻ സാധിക്കും. വിജയിക്കുവാൻ അവസരങ്ങൾ വന്നു ചേരും. ഉയർച്ച നിലനിർത്തുവാൻ അല്ലെങ്കിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. ശത്രുക്കളെ നിശബ്ദരാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അസ്വാരസ്യങ്ങൾ ഉയർന്നാലും അവ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ സമയമാകുന്നു.